നമ്മുടെ ഏദൻ തോട്ടത്തിലെ പുതിയ വിശേഷത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇതാ കണ്ട നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ കണ്ടിട്ടുള്ളതല്ലേ, ഇപ്പം വീണ്ടും നിറച്ച് കായ്ച്ചിട്ടുണ്ട്. ഇത് സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ടാണ്. നമുക്ക് ജ്യൂസായോ അല്ലെങ്കിൽ പച്ചയ്ക്ക് അച്ചാറായിട്ടോ അല്ലെങ്കിൽ മീൻകറിയിലോ ഒക്കെ ഉപയോഗിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് എന്ന് നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ പോയി ഒന്ന് കാണണേ. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ഏദൻ തോട്ടത്തിലെ ഒരു പുതിയൊരാളിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ പുതിയ ആളിനെ പരിചയപ്പെടുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഞാവൽപ്പഴം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഞാവൽപ്പഴം എന്ന് പറയുന്നത് ഞാവലിൻ്റെ അടിതൊട്ട് മുടി വരെ എന്ന് പറയും പോലെ അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഔഷധ ഗുണമുള്ളതാണ്. അതിൻ്റെ വേര്, അതിൻ്റെ തോല്, പഴം, കുരു എല്ലാം ഔഷധമാണ് അല്ലേ. ഓരോ ഓരോന്നും അതിൻ്റെ ഫ്രൂട്ട്സ് ഒക്കെ എന്ന് പറയുന്നത് ആമാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക്, വായ്പുണ്ണ്, വായ്ക്കകത്തുള്ള അസുഖങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾക്കും അതിൻ്റെ പഴം നല്ലതാണ്. പിന്നെ ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് അതിൻ്റെ തോൽ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ വൈദ്യന്മാർ ആയുർവേദത്തിൽ പല അസുഖങ്ങൾക്ക് ഞാവൽ ഉപയോഗിക്കുന്ന കാര്യം നമുക്കറിയാം. ഞാവൽ പണ്ടൊക്കെ നമുക്ക് ധാരാളം പുരയിടങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ പുരയിടങ്ങളിലൊക്കെ വെറുതെ കിളിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ കായ്ക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സാധനമായിരുന്നു അല്ലേ. നമ്മൾ രണ്ട് തരത്തിലുള്ള ഞാവൽ മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അധികം ഹൈറ്റിലൊന്നും പോവാതെ കുഞ്ഞായിട്ട് നിന്ന് കായ്ക്കുന്ന, അധികം വലിപ്പം ഇല്ലാത്ത ഒരെണ്ണം ഞാവൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം കായ്ക്കുന്ന നല്ല വലിപ്പത്തിലുള്ള കായ്കൾ ഉള്ള ഒരെണ്ണം. അപ്പം ഇത് കഴിക്കുമ്പോൾ നമ്മുടെ വായ്ക്ക് ഒരു നീല നിറം ഉണ്ടാവും എന്നുള്ളതല്ലാതെ അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. പക്ഷെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആള് ഇതാണ് കേട്ടോ. ഇതാ ഞാവലിൻ്റെ തന്നെ വർഗത്തിൽ പെട്ട ഒരു സാധനമാണ് കിളിഞ്ഞാവൽ. കണ്ടോ? പക്ഷെ ഇതിനൊരു പ്രത്യേകതയുള്ളതെന്ന് പറയുന്നത് ഇത് വർഷത്തിൽ എല്ലാ ദിവസങ്ങളിലും നമുക്കിതിൻ്റെ കായ്കൾ കിട്ടും. ഇത് കണ്ടോ, കുറേ ഭാഗം പഴുത്ത കായ്കളുണ്ട്, കുറച്ച് ചുമന്ന കായ്കളുണ്ട്, അടുത്ത് പൂക്കൾ വരുന്നുണ്ട്. അങ്ങനെ ഇതിൽ എപ്പോഴും നിറയെ കായ്കളാണ്. അതുപോയിട്ട് വേറൊരു പ്രശ്നം, നമ്മുടെ മറ്റേ വലിയ ഞാവൽ ഒരു വർഷത്തിൽ ഒരിക്കൽ കായ്ക്കുമ്പോൾ അതിന് ഭയങ്കര വിലയുമാണ് അല്ല. നമ്മൾ നോക്കുമ്പോൾ കിലോയ്ക്ക് 500 രൂപ 600 രൂപയൊക്കെ വില കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ അതേ ഔഷധ ഗുണങ്ങൾ ഇതിൻ്റെ പഴങ്ങൾക്കും ഉണ്ട്. നമ്മുടെ തോട്ടത്തിൽ ചെറിയ ചെറിയ ചട്ടികളിലായിരുന്നാലും വച്ച് പിടിപ്പിക്കാനും കഴിയും. എന്നാലും വർഷത്തിൻ്റെ എല്ലാ ദിവസവും നമുക്ക് ഞാവൽപ്പഴം കിട്ടുകയും ചെയ്യും. അത്തരത്തിൽ നല്ല പ്രയോജനപ്രദമായിട്ടുള്ളതും നമ്മുടെ തോട്ടങ്ങളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നതും ഒന്നാണ് കിളിഞ്ഞാവൽ. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. നമ്മുടെ തോട്ടത്തിൽ വെച്ച് കഴിയുമ്പോൾ ഇതിൽ കുഞ്ഞു കുഞ്ഞു കിളികൾ ധാരാളം വരും. അപ്പോൾ അങ്ങനെ കിളികളും പൂമ്പാറ്റകളും ഒക്കെ വരുമ്പോൾ നമുക്ക് പോളിനേഷൻ കൂടും. നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സിനും പച്ചക്കറികൾക്കും എല്ലാം വിളവ് കൂടും. അത്തരത്തിൽ നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ നല്ലൊരു അലങ്കാര ചെടി പോലെ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് താഴേന്ന് മുകളിൽ അറ്റം വരെ ഒരേപോലെ പൂവും കായുമായിട്ട് നിൽക്കുന്നത്. അപ്പം നമുക്കൊരു അലങ്കാര ചെടിയായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു വലിയ ചട്ടിയിലൊക്കെ ഇതിനെ വെച്ച് വളർത്താൻ കഴിയും. അപ്പോൾ നമ്മുടെ ഏദൻ തോട്ടത്തിലെ കിളിഞ്ഞാവൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? കിളിഞ്ഞാവലിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യണം. അടുത്ത് നമ്മുടെ ഏദൻ തോട്ടത്തിലെ പുതിയൊരു വിശേഷത്തിൽ പുതിയൊരു കാഴ്ചയായിട്ട് നമ്മൾ കാണുന്നത് വരെ ബായ്.